ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 6ാം ക്ലാസ്സിലെ മക്കളുടെ കേരള പാഠാവലിയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. നമ്മൾ ഓൾറെഡി 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിൽ കയറിയിട്ട് STD6 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ലഭിക്കുന്നതാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നെയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വേണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പ്രവർത്തനം 1. ആ കാണുന്ന ചെമ്പകത്തിൻ്റെ നെറുകെയുള്ള കൊമ്പിൽ ഞാൻ വെറുതെ രസത്തിന് ഒരു പൂവായി വിരിഞ്ഞ് ചെമ്പകപ്പൂവായി മാറിയ കുട്ടിയെപ്പോലെ നിങ്ങൾ രൂപമാറ്റം നടത്തുന്നതായി സങ്കല്പിച്ചിട്ടുണ്ടോ? കുറിപ്പായി എഴുതൂ. പൂമ്പാറ്റകളെ കാണുമ്പോൾ ഒരു പൂമ്പാറ്റയായി എല്ലാ പൂക്കളെയും സന്ദർശിച്ചു നടക്കാൻ എനിക്ക് ആഗ്രഹം തോന്നാറുണ്ട്. പല നിറങ്ങളുള്ള ചിറകുകളുള്ള ആരും കണ്ടാൽ കൊതിക്കുന്ന പൂമ്പാറ്റ തിളങ്ങുന്ന ചിറകുകൾ വീശി വീശി ഓരോ പൂവിനോടും കിന്നാരം പറഞ്ഞ് അങ്ങനെ നടക്കണം. പല നിറങ്ങളിലുള്ള പൂക്കളെ കൂട്ടുകാരായി കിട്ടുമ്പോൾ അവരുടെ വിശേഷങ്ങൾ തിരക്കണം. പൂവിൽ നിന്ന് പൂമ്പൊടി പറ്റിയ കാലുകളുമായി അമ്മയുടെ മുഖത്ത് വന്നിരിക്കണം. അമ്മയ്ക്കറിയില്ലല്ലോ അമ്മയുടെ കുട്ടിയാണ് ഈ സുന്ദരി പൂമ്പാറ്റയെന്ന്. അനിയത്തി പിടിക്കാൻ വരുമ്പോൾ വെട്ടിച്ചു പറക്കണം. അമ്മ എന്നെ വിളിക്കുമ്പോൾ അമ്മയ്ക്ക് ചുറ്റും പറന്നു കളിക്കണം. ഞാൻ എവിടെ പോയി എന്നോർത്ത് അമ്മ വിഷമിക്കുമ്പോൾ രൂപം മാറി ഓടി വന്ന് അമ്മയെ കെട്ടിപ്പിടിക്കണം. എവിടെ പോയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാനാണ് അമ്മയെ വന്ന് ഉമ്മ വച്ച സുന്ദരി പൂമ്പാറ്റ എന്ന് പറയണം. പ്രവർത്തനം 2. അമ്മയുടെ പഴയ കുട്ടിയായി മാറിയ ശേഷം കുട്ടി അന്നത്തെ അനുഭവങ്ങൾ ഡയറിയിൽ എഴുതി. കുട്ടിയുടെ ഡയറി കുറിപ്പ് എപ്രകാരമായിരിക്കും? എഴുതൂ. ഡയറി എഴുതുമ്പോൾ ഡേറ്റും ദിവസവും എഴുതാൻ മറക്കരുത്. ഇന്നത്തെ ദിവസം മറക്കാനാവില്ല. അമ്മയെ ഒന്ന് കബളിപ്പിക്കാം എന്ന് കരുതിയാണ് ഞാൻ ചെമ്പകമരത്തിൽ കയറി പൂവായി മാറിയത്. താഴെ എങ്ങാനും ഇരുന്നാൽ അമ്മ കാണുമല്ലോ എന്ന് കരുതി മുകളിലെ കൊമ്പിലാണ് ഞാൻ വിരിഞ്ഞത്. അമ്മ വീടിനുള്ളിലും പുറത്തും ജോലി ചെയ്യുന്നത് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. എന്തെല്ലാം ജോലികളാണ് എൻ്റെ അമ്മ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. പാവം, ഒരു പരാതിയുമില്ല. ഇടയ്ക്കിടെ എന്നെ വിളിക്കുന്നുമുണ്ട്. ഞാൻ വിളി കേൾക്കാതിരുന്നപ്പോൾ എൻ്റെ കുട്ടി എവിടെ പോയി എന്ന് ആദ്യപ്പെടുന്നുമുണ്ട്. ഞാൻ വളർത്തുന്ന പൂച്ചക്കുട്ടിയോടും പശുക്കുട്ടിയോടുമെല്ലാം കിന്നാരം പറയുന്നുണ്ട്. ചെടിക്ക് വെള്ളം ഒഴിക്കാനും അമ്മ സമയം കണ്ടെത്തുന്നു. ഞാൻ എവിടെയെങ്കിലും കളിക്കുന്നുണ്ടാവും എന്ന് കരുതിയിട്ടായിരിക്കും അമ്മ കുറേ സമയത്തേക്ക് എന്നെ അന്വേഷിച്ചില്ല. കുളിച്ച് പ്രാർത്ഥനാലയത്തിലേക്ക് പോയപ്പോൾ നല്ല ചെമ്പകപ്പൂ വാസന വന്ന് അമ്മ മരത്തിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇതളുകൾ കൊണ്ട് മുഖം മറച്ചിരുന്ന് ചിരിച്ചു. ഉച്ച കഴിഞ്ഞ് അമ്മ പുസ്തകം വായിച്ചിരുന്നപ്പോൾ ആ പുസ്തകത്തിൽ ഞാൻ നിഴല് വീഴ്ത്തി. സംശയം തോന്നിയിട്ടാണോ എന്തോ അമ്മ ചെമ്പകമരത്തിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. വൈകുന്നേരം വരെ ഇരുന്നപ്പോൾ ഞാൻ മടുത്തു. അമ്മ പശുത്തൊഴുത്തിലേക്ക് പോയപ്പോൾ താഴേക്കിറങ്ങി രൂപം മാറി പഴയ കുട്ടിയായി. അമ്മയുടെ പിന്നാലെ ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു. എവിടെയായിരുന്നു വികൃതി കുട്ടിയെന്ന് അമ്മ ചോദിച്ചപ്പോൾ ഞാൻ ചിരിച്ചു. അത് മാത്രം പറയില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ സംശയത്തോടെ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഇത്. പ്രവർത്തനം 3. ആദ്യ പാഠങ്ങൾ എന്ന ശീർഷകം പാഠത്തിന് എത്രമാത്രം യോജിക്കുന്നു എന്ന് വിശദമാക്കുക. ഹെലൻ കെല്ലറുടെ ജീവിതത്തിലെ രസകരമായ സംഭവങ്ങളാണ് പാഠഭാഗം. ഡെയ്സികളും ബട്ടർ കപ്പ് ചെടികളും മറ്റും പൂത്ത ഒരു കാലത്ത് മിസ് സള്ളിവൻ ഹെലന്റെ കൈയും പിടിച്ച് പാടത്തേക്ക് ഇറങ്ങുന്നതാണ് ആദ്യം നാം കാണുന്നത്. ടെന്നസി നദീതീരത്ത് കർഷകർ വിത്തിറക്കാനായി ഭൂമി പാകപ്പെടുത്തുന്നതും ഓരോ ചെടിയുടെയും വളർച്ചയ്ക്ക് സൂര്യനും മഴയും എങ്ങനെയാണ് സഹായിക്കുന്നതെന്നും പക്ഷികൾ കൂടുണ്ടാക്കുന്നതും അവയുടെ ദേശാടനവും മൃഗങ്ങൾ ആഹാരം കണ്ടെത്തുന്നതുമെല്ലാം ഹെലൻ ആദ്യമായി മനസ്സിലാക്കുകയായിരുന്നു. ഇങ്ങനെ പ്രകൃതിയിലെ നന്മകളെക്കുറിച്ചും പ്രകൃതി എല്ലായ്പ്പോഴും കനിവാർന്നവളല്ലെന്നുമുള്ള ആദ്യ പാഠങ്ങളെക്കുറിച്ച് പറയുന്നതിനാൽ ഈ ശീർഷകം ഉചിതമാണ്. പ്രവർത്തനം 4. അപ്പുക്കുട്ടൻ ഗോട്ടിയുമായി 2 ദിവസം ജോർജിനെ കാത്തിരുന്നു. ജോർജ് സ്കൂളിൽ വന്നില്ല. അപ്പുക്കുട്ടൻ ജോർജിന് എഴുതാനിടയുള്ള കത്ത് തയ്യാറാക്കുക. കത്തെഴുതുമ്പോൾ സ്ഥലവും തീയതിയും എഴുതണം. പ്രിയപ്പെട്ട ജോർജെ, എന്തുപറ്റി നിനക്ക്? ഇത്രയും ദിവസം സ്കൂളിൽ വരാത്തത് എന്താണ്? നിനക്ക് സുഖമില്ല എന്ന് രാമൻകുട്ടി പറഞ്ഞിരുന്നു. പനി ഇതുവരെ കുറഞ്ഞില്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം കുറേ ഗോട്ടികൾ വാങ്ങി. പച്ച നിറത്തിൽ വരയുള്ള നല്ല ഗോട്ടികൾ. നീ കൂടി വന്നിട്ട് വേണം കളിക്കാൻ. അതുകൊണ്ട് ഞാൻ ക്ലാസ്സിൽ മറ്റാരെയും കാണിച്ചില്ല. നമുക്ക് 2 പേർക്കും കൂടി കളിക്കാം. നീ വന്നിട്ടേ ഗോട്ടികൾ ഞാൻ പുറത്തെടുക്കൂ. ഇപ്പോൾ അമ്മയെ മാത്രമാണ് ഗോട്ടികൾ കാണിച്ചത്. അമ്മയ്ക്ക് ഇഷ്ടമായി. എത്രയും വേഗം സുഖമായി സ്കൂളിൽ വരണേ. സ്നേഹപൂർവ്വം, അപ്പുക്കുട്ടൻ. പ്രവർത്തനം 5. അറിഞ്ഞിടുമ്പോൾ നമ്മൾക്കറിയാം, അറിയാൻ ഒത്തിരി ബാക്കി, ഒത്തിരി ബാക്കി. പി മധുസൂദനന്റെ വരികളാണ്. ആദ്യത്തെ പറക്കൽ എന്ന കഥയിൽ ഒരു കുഞ്ഞു പക്ഷിയുടെ ആദ്യ പറക്കൽ അനുഭവം വിവരിക്കുന്നുണ്ട്. ചില പുതിയ അനുഭവങ്ങൾ നേടുമ്പോൾ നമുക്ക് തോന്നും അറിയാൻ ഇനിയും ഒരുപാട് ബാക്കിയുണ്ടെന്ന്. അങ്ങനെ തോന്നിയ ഏതെങ്കിലും ഒരു അനുഭവം കുറിപ്പാക്കി മാറ്റുക. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് അടുത്തുള്ളൊരു ഗ്രാമത്തിലെ കൃഷിയിടം സന്ദർശിക്കാൻ പോയതാണ് എൻ്റെ ജീവിതത്തിൽ പുതിയൊരു ചിന്തയ്ക്ക് തുടക്കമിട്ടത്. പുസ്തകങ്ങളിൽ നിന്നും മാത്രം അറിവ് നേടിയിരുന്ന എനിക്ക് ആ യാത്ര ശരിക്കും
ഒരു കണ്ണുറപ്പിക്കലായിരുന്നു. പാടത്ത് ജോലി ചെയ്യുന്ന രാഘവൻ ചേട്ടനോട് സംസാരിച്ചപ്പോഴാണ് നമ്മൾ പഠിക്കുന്നതിനേക്കാൾ വലിയൊരു ലോകം പുറത്തുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ഓരോ ചെടിയും എപ്പോൾ നടണം, മണ്ണിന്റെ മാറ്റം എങ്ങനെ തിരിച്ചറിയാം, മഴയുടെ മണം നോക്കി കാലാവസ്ഥ എങ്ങനെ പ്രവചിക്കാം എന്നതിനെക്കുറിച്ചെല്ലാം വാതോരാതെ സംസാരിച്ചു. ഒരു വിത്ത് മുളച്ചു വരുന്നത് കാണുമ്പോൾ ലഭിക്കുന്ന സന്തോഷം ഒരു വലിയ പരീക്ഷ ജയിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ ഒട്ടും കുറവല്ലെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് ഞാൻ അറിഞ്ഞു. ആ സന്ദർശനം എനിക്ക് നൽകിയ ചില പാഠങ്ങൾ ഇവയാണ്. ലോകം വലിയൊരു വിദ്യാലയമാണ്. ചുറ്റുമുള്ള ഓരോ മനുഷ്യനിൽ നിന്നും ഓരോ പ്രകൃതി പ്രതിഭാസത്തിൽ നിന്നും നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ 5 പ്രവർത്തനങ്ങളാട്ടോ മക്കളെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നത്. ചർച്ച ചെയ്ത ചോദ്യങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ്. ഒക്കെ നല്ലതുപോലെ നോക്കി മനസ്സിലാക്കി പോവുക. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ മറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ വീഡിയോസിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്